യശശരീരനായ ഉമ്മൻചാണ്ടിയാണ് തൻ്റെ രാഷ്ട്രീയ ഗുരുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ AICC നൽകുന്ന മരണാനന്തര ബഹുമതിയാണ് ഇത് എന്ന് പറയേണ്ടി വരും. നൂറുകണക്കിന് കോൺഗ്രസ് നേതാക്കൾ മൺമറഞ്ഞു പോയ ഈ രാജ്യത്ത് ഒരു നേതാവിൻ്റെ ശവകുടീരത്തിൽ വന്ന് അന്തിയുറങ്ങുന്ന മനുഷ്യനെ നോക്കി ഇതാണെൻ്റെ ഗുരുനാഥൻ എന്ന് വേറെ ഒരിടത്തും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി മരിച്ചിട്ടും മായാതെ നിൽക്കുന്ന മനുഷ്യസ്നേഹി എന്ന് എല്ലാവരും ഉറപ്പിക്കുന്നത്. ഉമ്മൻചാണ്ടിയിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ടെന്നും അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് വഴികാട്ടിത്തന്നുവെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയായിരുന്നു. പുതുപ്പള്ളിയിൽ KPCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഈ വൈകാരിക രംഗമുണ്ടായത്. ആദ്യം തന്നെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം രാഹുൽ ഗാന്ധി തൻ്റെ ഈ പ്രഖ്യാപനം നടത്തുകയായിരുന്നു. മാത്രമല്ല, ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം മറ്റു നേതാക്കൾ ഒരു മാതൃകയാക്കണം എന്നുള്ളതിന് കുറേ ഉദാഹരണങ്ങളും രാഹുൽ ഗാന്ധി പറഞ്ഞുകൊടുത്തു. അത് യുവാക്കൾക്കും അറിയാൻ വേണ്ടിയായിരുന്നു. വികാരം വിനയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. രാഷ്ട്രീയം എന്നത് മനുഷ്യനെ അറിയാനുള്ളൊരു കഴിവാണ്. എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന യുവാക്കളായ നേതാക്കൾ മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ ആദ്യം ശ്രദ്ധിക്കുക എന്നാണ് രാഹുൽ ഗാന്ധി അവിടെ വെളിപ്പെടുത്തിയത്. രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങൾക്ക് വേണ്ടി ചിന്തിക്കണം, ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കണം. തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ അത്തരത്തിൽ കണ്ടിട്ടുള്ള ഒരാൾ ഉമ്മൻചാണ്ടി മാത്രമായിരുന്നു. 21 വർഷത്തെ അനുഭവത്തിൽ ഉമ്മൻചാണ്ടിയെപ്പോലെ മനുഷ്യനെ മനസ്സിലാക്കുന്ന മറ്റൊരാളെയും കണ്ടിട്ടില്ല എന്നും രാഹുൽ ഗാന്ധി കേരളത്തിലെ കോൺഗ്രസിന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യൻ്റെ ജീവിതം അക്ഷരം പ്രതി വായിച്ചെടുത്തിട്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ പുതുപ്പള്ളിയിൽ സംസാരിച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് അദ്ദേഹം സ്വയം ഇല്ലാതാകുന്നത് കണ്ടിട്ടുണ്ട് എന്ന യഥാർത്ഥ കാര്യം അവിടെ വെളിപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധി. ഭാരത് ജോഡോ യാത്രയിൽ തന്നോടൊപ്പം നടക്കാനിറങ്ങിയ ഉമ്മൻചാണ്ടിയെ നിർബന്ധിച്ചാണ് കാറിൽ കയറ്റിയത്. ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ്. ഉമ്മൻചാണ്ടിയെപ്പോലുള്ള നിരവധി പേരെ ഇനി വളർത്തി കൊണ്ടുവരിക എന്നതാണ് തൻ്റെ ആഗ്രഹമെന്നും രാഹുൽ ഗാന്ധി അവിടെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. വളരെ ക്രൂരമായൊരു രാഷ്ട്രീയ ആക്രമണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കൊടിയ രാഷ്ട്രീയ പീഡനം നേരിടേണ്ടി വന്ന സമയത്ത് പോലും ആ ഉമ്മൻചാണ്ടി പ്രകോപിതനായി സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. എങ്ങനെയാണ് അദ്ദേഹം ഇതൊക്കെ അതിജീവിച്ചത് എന്ന് താൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി വിളിച്ചു പറയുമ്പോൾ ആ കുഞ്ഞുഞ്ഞിൻ്റെ മഹത്വം ഒരിക്കൽ കൂടി കേരളത്തിൽ അലയടിക്കുകയായിരുന്നു. രാഷ്ട്രീയത്തിലുള്ളവർ ജനങ്ങളെ കേൾക്കണം, അവരെ തൊടാൻ പറ്റണം. വഴി കാട്ടിത്തരുന്ന ആളാണ് ഗുരുനാഥൻ. രാഷ്ട്രീയ വഴികളിൽ ഉമ്മൻചാണ്ടിയാണ് എൻ്റെ ഗുരു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തനിക്ക് ലഭിച്ചൊരാദരവാണ്. ആ വേദിയിൽ ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം അനുഭവിക്കുന്നു എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് വികാരനിർഭരമായിട്ടാണ് കേരളം കേട്ടത്. ശരിക്കും പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ വലിയൊരു അനാഥത്വം അനുഭവിക്കുന്ന കേരളത്തിലെ കോൺഗ്രസിന് ഒരു കുളിർമഴയായി ഒരു നിമിഷം പെയ്ത ആ ഓർമ്മകൾ വല്ലാതെ വേദനിപ്പിച്ച നിമിഷങ്ങളായിട്ടാണ് കടന്നുപോയത്. ആ അസാന്നിധ്യം ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അവരുടെ മുന്നിൽ വെച്ചാണ് ഈ രാജ്യത്തെ കോൺഗ്രസിലെ ഏറ്റവും വലിയ നേതാവ്, ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആ രാഹുൽ ഗാന്ധി ഉമ്മൻചാണ്ടിയെ തൻ്റെ രാഷ്ട്രീയ ഗുരുവായി പ്രഖ്യാപിക്കുന്നത്. ധന്യ നിമിഷം തന്നെയായിരുന്നു കോൺഗ്രസുകാർക്കും ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർക്കും ഇത് എന്നതിൽ സംശയമില്ല.